നമസ്കാരം. ഇന്ന് ലോകത്ത് ഒരുപക്ഷെ ഏറ്റവും അധികം ആശങ്കയിൽ ജീവിക്കുന്ന ഒരു ഭരണാധികാരി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആയിരിക്കാം. കാരണം കഴിഞ്ഞ 2 വർഷമായി യുക്രൈനുമായി യുദ്ധം നടത്താൻ തുടങ്ങിയിട്ട് ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ളതിനെക്കുറിച്ചൊന്നും പുറത്തു വന്നിരുന്നില്ല. രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും അന്ന് അവകാശവാദങ്ങൾ പലതവണ ഉന്നയിച്ചിരുന്നു. എങ്കിലും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി സംഭവിക്കുന്നത് തങ്ങൾ നിസ്സാരന്മാരായി കരുതിയ യുക്രൈൻ റഷ്യയിലേക്ക് ആഞ്ഞടിക്കുന്നതാണ്. പുടിനെ സംബന്ധിച്ച് ഇത് അഭിമാനത്തിൻ്റെ പോരാട്ടം കൂടിയായി മാറുകയാണ് ഈ ദിവസങ്ങൾ. കാരണം ഈ യുദ്ധത്തിൽ തങ്ങൾക്ക് കനത്ത നാശനഷ്ടം നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്ന സത്യം ഒടുവിൽ പുടിൻ മനസ്സിലാക്കിയിരിക്കുന്നു. കാരണം യുക്രൈൻ സൈന്യം തങ്ങൾ ഉദ്ദേശിച്ച പോലെ അത്ര നിസ്സാരന്മാരല്ല എന്ന് പുടിൻ ഒടുവിൽ മനസ്സിലാക്കുന്നു. യുക്രൈൻ്റെ നീക്കങ്ങൾ അതിശക്തമായ തോതിൽ അപ്രതീക്ഷിതമായിട്ടാണ് അവർ പല നീക്കങ്ങളും നടത്തിയത്. ഇതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണങ്ങളാണ് റഷ്യൻ സൈന്യം അവരുടെ സൈനികരെ കൊണ്ടുപോകുന്നതിനും ആയുധം കൊണ്ടുപോകുന്നതിനും എല്ലാം ഉപയോഗിക്കുന്ന സുപ്രധാനമായ പാലങ്ങളെല്ലാം തന്നെ തകർക്കുക എന്നുള്ളത്. അതുവഴി ഇതിലൂടെ അവർക്ക് ആയുധങ്ങളോ സൈനികരെയോ ഒന്നും എത്തിക്കാൻ പറ്റാത്ത പല മേഖലകളും ഇപ്പോൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. പുടിനെ സംബന്ധിച്ച് ലോകത്ത് ഒരുപക്ഷെ ഏറ്റവും അധികം ആണവായുധം കൈവശമുള്ള ഒരു ഭരണാധികാരിയായിരിക്കാം വ്ളാഡിമിർ പുടിൻ. പക്ഷേ അതൊന്നും തന്നെ പ്രയോഗിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പുടിൻ്റെ മുന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യുക്രൈൻ പോലെയുള്ള ഒരു തങ്ങളെ അപേക്ഷിച്ച് ചെറിയ രാജ്യം തങ്ങളെ ആക്രമിച്ച് തങ്ങളുടെ രാജ്യത്തേക്ക് കടന്നു കയറി അവിടെ ഓഫീസ് പോലും സ്ഥാപിക്കുമ്പോൾ അതിനെ തടയാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ പുടിൻ എത്തിയിരിക്കുന്നു. മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ ഇപ്പോൾ ഏറ്റവും അധികം എല്ലാവരും ശ്രദ്ധിക്കുന്നത് ഇസ്രായേൽ ഹമാസ് പോരാട്ടവും അതുമായി ബന്ധപ്പെട്ട പശ്ചിമേഷ്യ നടക്കുന്ന കാര്യങ്ങളാണ്. ഇറാൻ പോലെ റഷ്യയുടെ സഹായം സ്വീകരിച്ചിട്ടുള്ള രാജ്യങ്ങൾ അതല്ലെങ്കിൽ തിരിച്ചങ്ങോട്ടും സഹായം ചെയ്യുന്ന രാജ്യങ്ങൾക്കൊക്കെ തന്നെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഉള്ളത്. യുക്രൈൻ സൈന്യം വളരെ ബുദ്ധിപൂർവ്വം കരുക്കൾ നീക്കുകയാണ്. റഷ്യയെ സംബന്ധിച്ച് വലിയൊരു പരിമിതിയുള്ളത് അവർക്ക് ഇപ്പോൾ ആവശ്യത്തിന് സൈനികരില്ല എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ 2 വർഷമായി നിരന്തരമായി യുദ്ധം നടത്തി പല സൈനികരും കൊല്ലപ്പെടുകയോ അതല്ലെങ്കിൽ പലരും പരിക്കേൽക്കുകയൊക്കെ ചെയ്ത് മാറി നിൽക്കുകയാണ്. ഈ അവസ്ഥയിൽ ആരെ കൊണ്ട് കളത്തിലിറക്കാം എന്നുള്ളതാണ് ഇപ്പോൾ റഷ്യയിൽ വരുന്ന പ്രസക്തമായ ഒരു ചോദ്യം. നേരത്തെ കൂലിപ്പട്ടാളത്തെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് മറ്റു ജോലിക്കുന്ന വ്യാജേന കൊണ്ടുവന്ന് കൂലിപ്പട്ടാളത്തെ ഇറക്കി യുക്രൈനെ നേരിടാൻ ശ്രമിച്ചത് ആഗോളതലത്തിൽ തന്നെ റഷ്യയ്ക്ക് വലിയ തോതിൽ പേരുദോഷം ഉണ്ടാക്കാൻ ഇടവരുത്തി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ തന്നെ ആളുകളെ നിർബന്ധിത സൈനിക പരിശീലനത്തിന് റഷ്യ തയ്യാറെടുക്കുന്നുവെന്ന് അറിഞ്ഞ് പല പ്രദേശങ്ങളിലും ചില ഗ്രാമങ്ങളിലൊക്കെ തന്നെ പുരുഷന്മാർ പുഴനീന്തി കടന്നു പോലും മറ്റു സ്ഥലങ്ങളിലേക്ക് രക്ഷപ്പെട്ടു എന്നൊക്കെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇപ്പോൾ നിർബന്ധിത സൈനിക പരിശീലനം നടത്തിയവരെ പോലും അതിർത്തിയിലേക്ക് പറഞ്ഞയച്ച് അവരെയും യുദ്ധത്തിൻ്റെ ഇരകളാക്കുന്ന ഒരു രീതിയോട് റഷ്യയിൽ അതിശക്തമായ എതിർപ്പ് തന്നെയാണ് ഇപ്പോഴും ഉയരുന്നത്. ഇന്ന് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന ഒരു വാർത്ത റഷ്യ ശക്തമായ തോതിൽ തിരിച്ചടിക്കാൻ തന്നെയാണ് ഇപ്പോൾ തയ്യാറെടുത്തിരിക്കുന്നത്. യുക്രൈനിലേക്ക് ഇപ്പോൾ റഷ്യൻ സൈന്യം കൂടുതൽ ശക്തമായ തോതിൽ കടന്നു ചെന്നിരിക്കുന്നു. യുക്രൈൻ സർക്കാർ തന്നെ ചില മേഖലകളിലെ ജനങ്ങളോട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ഇത് ഒരാഴ്ച മുമ്പ് തന്നെ നിർദ്ദേശം വന്നിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ യുക്രൈന് ഇപ്പോൾ ഉണ്ടായ താൽക്കാലികമായ ഈ നേട്ടങ്ങളുടെയൊക്കെ തന്നെ പേരിൽ പലരും ഒരുപക്ഷെ അതിന് മടിച്ചിരിക്കാം എന്നാണ് കരുതപ്പെടുന്നത്. ലോകത്തെ വിവിധ രാഷ്ട്രത്തലവന്മാർക്കിടയിൽ ഇപ്പോൾ പുടിന് പഴയ പ്രതാപമില്ല എന്നുള്ളത് ഒരു പരമമായ സത്യമാണ്. അതൊക്കെ വീണ്ടെടുക്കുക എന്നുള്ളത് പുടിൻ്റെ ഒരു ആവശ്യം തന്നെയാണ്. ഒരുപക്ഷെ അതിനുവേണ്ടി തന്നെ ആയിരിക്കാം ഇപ്പോൾ യുക്രൈനിലേക്ക് തങ്ങളുടെ സർവ്വശക്തി ഉപയോഗിച്ചിട്ടുള്ള ആക്രമണം നടത്തുന്നത്. പക്ഷേ അതിനൊപ്പം തന്നെ യുക്രൈൻ സൈന്യമാകട്ടെ തങ്ങൾ റഷ്യയിൽ നടത്തിയ ആക്രമണങ്ങളുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു തുടങ്ങിയിട്ടുണ്ട്. റഷ്യയുടെ പല പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് തങ്ങൾ നടത്തിയ ആക്രമണം പല സ്ഥലങ്ങൾ പിടിച്ചെടുത്ത് ഇവയൊക്കെ ദൃശ്യങ്ങൾ സഹിതമാണ് യുക്രൈൻ പുറത്തുവിടുന്നത് എന്നുള്ളതും പുടിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാണ്. എന്താണെങ്കിലും ഇപ്പോൾ ഈ ദിവസങ്ങളിൽ പുടിൻ വല്ലാത്ത പ്രതിസന്ധി തന്നെയാണ്. കാരണം എന്ത് വില കൊടുത്തും വിജയം നേടുക എന്നുള്ളത് റഷ്യയുടെ ലക്ഷ്യം. പക്ഷേ അതിന് സ്വീകരിക്കുന്ന മാർഗങ്ങൾ വഴിവിട്ടായാൽ അതിന് പുടിൻ വലിയ വില നൽകേണ്ടി വരും. കാരണം ഇപ്പോൾ തന്നെ പുടിന് പല ഭാഗത്തു നിന്നും ഭീഷണികൾ അല്ലാതെ തന്നെ ഉയരുന്നുണ്ട്. പക്ഷേ ഒരു ഏകാധിപതി എന്ന നിലയിൽ ആരെയും വകവയ്ക്കാതെ തൻ്റെ അതിവിശ്വസ്തരെ മാത്രം കൂട്ടി കർശനമായ രീതിയിൽ റഷ്യ ഭരിക്കുന്ന പഴയകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നിൽക്കുന്ന ഒരു പുടിനെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. പക്ഷേ അത് എത്രത്തോളം നാൾ ഇങ്ങനെ കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് ന്യായമായും ഉയരുന്ന ഒരു സംശയവും.